ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു കൃഷി വീഡിയോ ആണ്. ഇതിൽ ഞാനൊരു സൂപ്പർ വളത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. 1 രൂപ പോലും ചിലവില്ലാത്ത നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ വളം ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടത്തോടും ഉള്ളിത്തോടും. ഇത് കുറേ ദിവസത്തെ ഉള്ളിത്തോടും മുട്ടത്തോടുമാണ്. ഇത് നല്ല രീതിയിൽ വെയിലത്തിട്ട് ഉണക്കി എടുത്തതാണ്. ഇതിനെ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കും. ഇത് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല കായ്ഫലം ഉണ്ടാവാനും പൂക്കാനും പിന്നെ ചെടികൾക്ക് നല്ല സ്ട്രെങ്ത്തോടു കൂടി വളരാനൊക്കെ ഇത് നല്ലൊരു വളമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ചിലവില്ലാതെ ഒരു നല്ലൊരു വളം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലുള്ള വളങ്ങളൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ തക്കാളി തൈയിൽ നിന്ന് തക്കാളി പറിച്ചാലോ? എൻ്റെ തക്കാളിയൊക്കെ നല്ല പാകമായി നിൽക്കുന്നുണ്ട്. കിളികളൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് കവർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോന്നായിട്ട് വെച്ചാൽ ഒരു 2-3 ഉള്ളൂ. അപ്പോൾ ആ 2-3 പറിച്ചെടുക്കുകയാണ്. അത് പറിച്ചെടുക്കുമ്പോൾ മക്കളെ നല്ലൊരു സന്തോഷമാണ്. എന്താ പറയുക, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ഉണ്ടാക്കിയൊരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കായ് പറിച്ചെടുക്കാൻ കിട്ടുക എന്ന് പറയുന്നൊരു സന്തോഷം തന്നെയാണ്. അത് കൃഷി ചെയ്യുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തൈയെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നട്ടിട്ട് അതൊന്ന് അറിയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലുമൊക്കെ ഇതുപോലെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു പച്ചമുളകോ ഒരു തക്കാളി തൈയോ ഒരു വെണ്ടത്തൈയോ ഒക്കെ നടുന്നത് അതെൻ്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം അത് വല്ലാത്തൊരു സുഖമുള്ളൊരു പരിപാടിയാണ്. അതായത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക പറയുന്നത് വല്ലാത്തൊരു സുഖമുള്ള പരിപാടി തന്നെയാണ്. ഇനിയും എനിക്ക് തക്കാളി ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും ഈ ചെടിക്ക് വേണ്ടിയിട്ടുള്ള വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഉള്ളി മുട്ടത്തോട് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ മുട്ടത്തോടിലൊക്കെ കാൽസ്യം കാർബണേറ്റും ഫോസ്ഫറസും മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം സിങ്ക് തുടങ്ങി ഒരുപാട് മൂലകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിത്തോടിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. നല്ല കരുത്തോടെ അവ ഉണ്ടാവുകയും നല്ല ഫലം തരികയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലും ഒരു വളം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ എൻ്റെ വെണ്ടത്തൈകളാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ മുന്നോട്ട് കാണിക്കും. ഇല്ലെങ്കിൽ അതും കാണിക്കാം എന്താ പറ്റിയതെന്ന്. പിന്നെ കുറച്ച് മുളകിനും കുറച്ച് പയറിനൊക്കെ ഇട്ട് കൊടുത്തു. എൻ്റെ പയർ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.